ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 സീസണിലെ കൊച്ചിയിലെ ആദ്യ ഹോം മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. പഞ്ചാബ് FC ആണ് 1-2 ഗോളുകൾക്ക് മഞ്ഞപ്പടയെ തോൽപ്പിച്ചത്. 85-ാം മിനിറ്റ് വരെ ഗോൾ രഹിതമായി നീങ്ങിയ മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലാണ് 2 നിർണായക ഗോളുകൾ പിറന്നത്. കളിയുടെ 86-ാം മിനിറ്റ് ലൂക്ക മദ്സേനിലൂടെ മുന്നിലെത്തിയ പഞ്ചാബിനെ 92-ാം മിനിറ്റിൽ ജിമിനൈസ് നേടിയ ക്ലാസിക് ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ പിടിച്ചെങ്കിലും 95-ാം മിനിറ്റിൽ ഒരു ഗോൾ കൂടി നേടി പഞ്ചാബ് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ക്രൊയേഷ്യൻ താരമായ ഫിലിപ്പാണ് സ്കോറർ. പഞ്ചാബിന്റെ നിഹാൽ സുധീഷ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. നേരത്തെ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്ന താരമാണ് നിഹാൽ. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ട മത്സരത്തിൽ ആദ്യ ഗോൾ വീഴുന്നതുവരെ കളി വിരസമായിരുന്നു. എന്നാൽ ഗോൾ വഴങ്ങിയതോടെ ബ്ലാസ്റ്റേഴ്സ് ഉണർന്നെഴുന്നേറ്റപ്പോൾ മത്സരം ആവേശകരമായി. ഗോൾ തിരിച്ചടിച്ച് സമനില പാലിച്ചിട്ടും അവസാന മിനിറ്റുകളിൽ ഒരു ഗോൾ കൂടി വഴങ്ങിയതോടെ പതനം പൂർത്തിയാവുകയായിരുന്നു. കഴിഞ്ഞ സീസണിലെ അവസാന 2 ഹോം മാച്ചിലും ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയിരുന്നു. സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാവാതെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ നിരാശരായാണ് കളം വിട്ടത്. പന്ത് കൈവശം വെക്കുന്നതിൽ നേരിയ ആധിപത്യം ബ്ലാസ്റ്റേഴ്സിനായിരുന്നുവെങ്കിലും 1-5 ഗോൾ ശ്രമത്തോടെ ആക്രമണത്തിൽ പഞ്ചാബിനായിരുന്നു മേൽക്കൈ. ഞായറാഴ്ച രാത്രി ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് FCയോടാണ് മഞ്ഞപ്പടയുടെ തോൽവി. 1-2 ഗോളുകൾക്കായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണത്. ലൂക്ക മൈസിലും ഫിലിപ്പ് മിർലാക്കും പഞ്ചാബിനായി വലകുലുക്കിയപ്പോൾ ജെസൂസ് ജിമനൈസ് ആണ് മഞ്ഞപ്പടയുടെ ആശ്വാസ ഗോൾ നേടിയത്. എന്നാൽ കളിയുടെ 2ാം പകുതിയിൽ കൊമെ പെപ്രെ, ഐമൻ എന്നിവർക്ക് പകരം ജിമനൈസും വിപിനും ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങി. തുടർന്ന് ആദ്യ മുന്നേറ്റം നടത്തിയ ബ്ലാസ്റ്റേഴ്സിനായി നോഹ ബോക്സിലേക്ക് ക്രോസ് ചെയ്തെങ്കിലും ജിനീനസിന് പന്ത് ലഭിക്കുന്നതിന് മുൻപായി പഞ്ചാബ് പ്രതിരോധ താരങ്ങൾ അപകടം ഒഴിവാക്കി. 59-ാം മിനിറ്റിൽ വിപിൻ നൽകിയ പാസിൽ നിന്ന് നോഹ നല്ലൊരു ഷോട്ട് പായിച്ചെങ്കിലും പഞ്ചാബ് ഗോൾ കീപ്പർ രക്ഷകനായി. ഈ മാസം 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഇരു ടീമുകളുടെയും പ്രതിരോധ നിര ശക്തമായി നിലകൊണ്ടതോടെ മത്സരം ഗോൾ രഹിതമായി അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് 85-ാം മിനിറ്റിൽ പഞ്ചാബ് ലീഡ് നേടുന്നത്. ബോക്സിനുള്ളിൽ പഞ്ചാബിന്റെ ലിയോൺ അഗസ്റ്റിനെ ഫൗൾ ചെയ്തതിനാലാണ് പെനാൽറ്റി ലഭിച്ചത്. കിക്കെടുത്ത ലൂക്ക മദ്സേൻ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ കാഴ്ചക്കാരനാക്കി. ഗോൾ വഴങ്ങിയതോടെ കൂടുതൽ നന്നായി ബ്ലാസ്റ്റേഴ്സ് പൊരുതി. 92-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു. പ്രീതം കോട്ടൽ നൽകിയ ക്രോസ് പകരക്കാരനായി എത്തിയ ജിമിനൈസ് ഹെഡറിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. മത്സരത്തിലെ ഏറ്റവും സുന്ദരമായ ഗോളുകളായിരുന്നു അത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആശ്വാസത്തിന് മിനിറ്റുകൾ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഇരമ്പിയെത്തിയ പഞ്ചാബ് 95-ാം മിനിറ്റിൽ ക്രൊയേഷ്യക്കാരനായ ഫിലിപ്പിലൂടെ ഗോൾ നേടി വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി. പരാജയത്തിൽ വളരെയധികം നിരാശയുണ്ടെന്ന് വെളിപ്പെടുത്തിയ സ്റ്റാറെ തോൽവിയേക്കാൾ ഉപരി കളിയുടെ അവസാന മിനിറ്റുകൾ തന്റെ ടീം കൈകാര്യം ചെയ്ത രീതിയിൽ തീർത്തും നിരാശനാണെന്ന് തുറന്നു പറയുകയും ചെയ്തു. അതേസമയം അടുത്ത കളിയിൽ മഞ്ഞപ്പട ശക്തമായി തിരിച്ചെത്തുമെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകാനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബോസ് മറന്നിട്ടില്ല. അതേസമയം ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പഞ്ചാബ് FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റേത്. 86-ാം മിനിറ്റിലായിരുന്നു പഞ്ചാബ് FC കളിയിലെ ആദ്യ ഗോൾ നേടിയത്. പെനാൽറ്റിയിൽ നിന്നായിരുന്നു ഇതുണ്ടായത്. 90+2 മിനിറ്റിൽ ജെസൂസ് ജിമൈസ് മഞ്ഞപ്പടയ്ക്കായി സമനില ഗോൾ നേടി. ഇതോടെ മത്സര സമനിലയിൽ അവസാനിക്കുമെന്ന് ഫുട്ബോൾ പ്രേമികൾ ഉറച്ചെങ്കിലും അലസതയോടെ കളിയെ സമീപിച്ച മഞ്ഞപ്പട 90+5-ാം മിനിറ്റിൽ 2ാമത്തെയും ഗോൾ വഴങ്ങി. ഇതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ഫുട്ബോൾ പ്രേമികൾ ഉറപ്പിച്ചെങ്കിലും അലസതയോടെ കളിയെ സമീപിച്ച മഞ്ഞപ്പട 90+5-ാം മിനിറ്റിൽ 2ാമത്തെയും ഗോൾ വഴങ്ങി കളി കൈവിടുകയായിരുന്നു. ഇതോടെ മിഖായൽ സ്റ്റാറയുടെ ISL കോച്ചായുള്ള അരങ്ങേറ്റം നിരാശ നിറഞ്ഞതായി മാറുകയായിരുന്നു. അസുഖബാധിതനായി ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇല്ലാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിട്ടതെന്നും ശ്രദ്ധേയമാണ്. ലൂണയുടെ അഭാവം മഞ്ഞപ്പടയുടെ കളിയിൽ നിഴലിച്ചു നിന്നു. ലൂണയുടെ അഭാവത്തിൽ മിലോസ് ഡ്രിൻസിച്ച് ആണ് മഞ്ഞപ്പടയെ ഈ കളിയിൽ നയിച്ചത്. അതേസമയം നിലവിൽ കൊച്ചിയിൽ തന്നെ തുടരുന്ന ലൂണ അടുത്ത കളി ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.